ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പുതിയൊരു ജോബ് വേക്കൻസിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യൻ എയർഫോഴ്സിൽ ഗ്രൂപ്പ് സി തസ്തികയിലേക്കുള്ള നിയമനമാണ് നടക്കുന്നത്. ആകെ 153 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഡീറ്റെയിലായി നോക്കാം. 2025 മെയ് 27 ഇതിനേക്കുള്ള അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത്. 2025 ജൂൺ 15 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ്സും +2 യോഗ്യതയുള്ളവർക്ക് ഈ വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കാം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി തസ്തികയിൽ ഒഴിവുള്ള തസ്തികകൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് അഥവാ LDC, ഹിന്ദി ടൈപ്പിസ്റ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, കുക്ക്, സ്റ്റോർ കീപ്പർ, കാർപ്പൻ്റർ, പെയിൻറ്റർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, മെസ് സ്റ്റാഫ്, ലോണ്ടറിമാൻ, വൾക്കനൈസർ, സിവിലിയൻ ഡ്രൈവർ, മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് എന്നിങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത ഏതൊക്കെയാണെന്ന് നോക്കാം. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സായവർക്ക് വേണ്ടി ഇത്രയും തസ്തികയിൽ അപേക്ഷിക്കാവുന്നതാണ്. 18നും 25നും വയസ്സിന് ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. സർക്കാരിൻ്റെ നിയമാനുസൃതമായ സംവരണ വിഭാഗത്തിന് വയസ്സിളവ് അനുവദിക്കുന്നതാണ്. ടൈപ്പിസ്റ്റ് തസ്തികൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിങ്ങിൽ നിശ്ചിത ടൈപ്പിംഗ് സ്പീഡ് ആവശ്യമാണ്. ഈ വേക്കൻസിയിൽ ജോലി ലഭിച്ചാൽ ശമ്പള നിരക്ക് 7ാമത്തെ കമ്മീഷൻ അനുസരിച്ച് 1ാം ലെവലിൽ 18,000 മുതൽ 56,900 രൂപ വരെയും, ലെവൽ 2-ൽ 19,900 മുതൽ 63,200 രൂപയുമാണ് ശമ്പളം ലഭിക്കുക. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് indianeirforce.nic.in എന്ന വെബ്സൈറ്റിൽ കയറി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപേക്ഷ പൂരിപ്പിച്ച് അതിനോടൊപ്പം വിദ്യാഭ്യാസ രേഖ, ജാതി സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, പിന്നെ ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ അവർ ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റൊക്കെ അതിനോടൊപ്പം വെച്ചതിന് ശേഷം സ്പീഡ് പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഡീറ്റെയിലായി മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതിയാകും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താല്പര്യമുള്ളവർ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ജോബ് വേക്കൻസിയുമായി കാണാം. താങ്ക്